ഹായ്, നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് വൊക്കാബ്സ്പീഡിയ VFA ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്. നമ്മൾ ആദ്യം ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചത്. കാരണം വെറുതെ ഒരു ബാച്ച് തുടങ്ങി തന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷേ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷം ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് VFAയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ട് നിങ്ങൾക്ക് സിലബസിലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയല്ലോ എന്ന് വെറുതെ പറയുകയല്ല, പകരം നമ്മൾ നമ്മുടെ സിലബസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. അതായത് 74 മാർക്കിന്റെ ഒരു ടൈം ടേബിൾ കണ്ടന്റും 26 മാർക്കിന്റെ ഒരു ടോപ്പിക് വൈസ് കണ്ടന്റും ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 100 മാർക്കിന്റെ സിലബസ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് വൊക്കാബ്സ്പീഡിയ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു വിശദമായ വീഡിയോ നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 2-നാണ്. ഓഗസ്റ്റ് 2-ന് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് ആവുന്നത് സെപ്റ്റംബർ 18-നാണ്. ഓക്കെ, 47 ദിവസങ്ങളാണ് ഈ ഒരു സമയ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നത്. അതിൽ 2 ദിവസം ഓണത്തിൻ്റെ അവധിയായിട്ട് പോകും. പിന്നെ നമുക്ക് എത്ര ദിവസമാണുള്ളത്? പിന്നെ നമുക്ക് 45 ദിവസമാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 45 ദിവസം കൊണ്ട് ഒരു സിലബസ് പൂർണ്ണമായും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകൾ കൂടുതലായിട്ട് പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ 74 മാർക്കിൻ്റെ ടോപ്പിക്കുകളും അതുപോലെ 26 മാർക്കിൻ്റെ ടോപ്പിക്കുകളും ഇങ്ങനെ രണ്ടായിട്ട് സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഈ 74 മാർക്കിൻ്റെ ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിളിൽ തരുന്നത്. ഓക്കെ, ഡെയിലി ടൈം ടേബിൾ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് തരുന്നത് ഈ 74 മാർക്കിൻ്റെ കണ്ടന്റുകളായിരിക്കും. എന്ന് കരുതി ഈ 26 മാർക്ക് നിങ്ങൾക്ക് തരുന്നില്ല എന്നർത്ഥമില്ല. ഈ 26 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ ഇത് നമ്മൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ വെച്ചിട്ടും പഠിക്കും. നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കിതിൽ നിന്നും ഒരു 18 മുതൽ 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുന്നത് വഴി 26 മാർക്ക് നമുക്ക് അവിടെയും കവർ ആവും. ഇനി ഈ 74 മാർക്കിൻ്റെ സബ്ജക്റ്റും 26 മാർക്കിൻ്റെ സബ്ജക്റ്റും ഏതൊക്കെയാണെന്ന് നോക്കാം. 74 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ, ഒന്ന് 30 മാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മലയാളം, മാത്സ്, ഇംഗ്ലീഷ്. അതുപോലെ 20 മാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അഫെയർ. ഇനി അത് കൂടാതെ 5 മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ലോ, 5 മാർക്ക് തരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, 5 മാർക്ക് തരുന്ന കേരള ഗവേണൻസ്, 5 മാർക്ക് തരുന്ന എക്കണോമിക്സ്. ഇതെല്ലാം കൂടെ ഒരു 20 മാർക്ക്. ഇനി അത് കൂടാതെ ബയോളജിയിൽ 6 മാർക്കാണുള്ളത്. അതിൽ 4 മാർക്കിൻ്റെ കണ്ടന്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ടൈം ടേബിളിൽ, ഡെയിലി ടൈം ടേബിളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 30, 20, 20, 4 എത്രയാണ്? ടോട്ടൽ 74 മാർക്കാണ് നമുക്ക് ഇവിടെ നിന്നും ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ സാധിക്കുന്നത്. ഡേ 1 തൊട്ട് ഡേ 45 വരെ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ സാധിക്കുന്നത് ഈ 74 മാർക്കാണ്. ഈ ഒരു ടൈം ടേബിളിൽ നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതായത് 30 മാർക്ക് തരുന്ന MEM എന്നറിയപ്പെടുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ ടോപ്പിക്കുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കാണും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും പഠിച്ചുകൊണ്ട് ഈ 30 മാർക്ക് അവിടെ സേഫ് ആക്കാം. അതുപോലെ നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന ഒരു ടോപ്പിക് ഏതാണ്? കറണ്ട് അഫെയർ ആണ്. 20 മാർക്കാണ് കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഈ 20 മാർക്കും നമുക്ക് ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ ആയിട്ടും അതുപോലെ മന്ത്ലി കറണ്ട് അഫെയർ ആയിട്ടും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇവിടെ നിന്നുള്ള 20 മാർക്കും നമുക്ക് എന്ത് ചെയ്യാം? കവർ ചെയ്തെടുക്കാം. ഇനി ഇത് കൂടാതെ വരുന്ന ഇമ്പോർട്ടൻ്റ് ലോ, കേരള ഗവേണൻസ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ബയോളജിയുടെ ഭാഗങ്ങൾ, ഇത് നിങ്ങൾക്ക്
ടോപ്പിക് വൈസായിട്ട് പഠിക്കാൻ വേണ്ടി ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി തരും. അങ്ങനെ ആ ഒരു 24 മാർക്കും നമുക്ക് ടൈം ടേബിൾ പരമായിട്ട് പഠിച്ചെടുക്കാം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ 26 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഹിസ്റ്ററി, ജോഗ്രഫി രണ്ടും കൂടെ 10 മാർക്കാണ്, നിങ്ങൾക്കറിയാം. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, IT, കലാകായികം, സാഹിത്യം, സാംസ്കാരികം ഇതെല്ലാം കൂടെ 26 മാർക്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു 26 മാർക്കിൻ്റെ കണ്ടന്റുകൾ നമുക്ക് ടോപ്പിക് വൈസായിട്ട് പഠിച്ച് തീർക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ടോപ്പിക് വൈസായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ നമുക്കൊരു 18 മുതൽ 20 മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരുപാട് എഫേർട്ട് ഇടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റും ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 18 മുതൽ 20 മാർക്ക് വരെ ഇവിടെ നിന്നും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ തന്നെ 10 മാർക്ക് നമുക്ക് തരുന്ന ഹിസ്റ്ററിയുടെ ഭാഗങ്ങളുണ്ട്, ജോഗ്രഫിയുടെ ഭാഗങ്ങളുണ്ട്. ഇത് പഠിക്കാൻ ഒരു 90% മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ നമുക്ക് നമ്മുടെ SCRT ചാപ്റ്ററുകൾ നമ്മളെ സഹായിക്കും. ഓരോ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടും, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ 5 SCRT ചാപ്റ്റർ ഉണ്ട്, കേരള ഹിസ്റ്ററി പഠിക്കാൻ 4 SCRT ചാപ്റ്റർ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ 3 SCRT ചാപ്റ്റർ ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാൻ 6 SCRT ചാപ്റ്ററുകളുണ്ട്. അപ്പം ഈ ചാപ്റ്ററുകളും ഇതിൻ്റെ PDF നോട്ടുകളും ഇതിൻ്റെ ക്ലാസ്സുകളും എക്സാമുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ കേരള ജോഗ്രഫിയുടെയും വേൾഡ് ജോഗ്രഫിയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കാണും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു 10 മാർക്കിൽ നമുക്കൊരു 8, അതുപോലെ 8 മുതൽ 10 മാർക്ക് വരെ നമുക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് കൂടാതെ വരുന്നതാണ് IT, കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ കലാകായികം, സാഹിത്യം, സാംസ്കാരികം. ഇതിൻ്റെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ക്ലാസ്സുകളിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഒരു അത്യാവശ്യം കുറച്ച് മാർക്കുകളും കൂടെ 10 മാർക്കോളം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ലൈവ് മാരത്തോണും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സമയത്തിന് പഠിക്കാൻ വേണ്ടി റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സെപ്റ്റംബർ 1 മുതൽ ശ്രദ്ധിക്കണം, സെപ്റ്റംബർ 1 മുതൽ നിങ്ങൾക്ക് മാരത്തോൺ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുടെയും മാരത്തോൺ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ ഫുൾ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ അത് പഠിക്കുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു 26 മാർക്കിൽ ഒരു 18 മുതൽ 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ആ ഒരു 26 മാർക്കിൻ്റെ മാരത്തോണേ ഉള്ളൂ എന്ന്. അല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെയും എന്നുണ്ടായിരിക്കും മാരത്തോൺ ഉണ്ടായിരിക്കും. നമ്മുടെ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ മാരത്തോണും ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ കോഴ്സുകളിൽ ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും. ഓരോ ദിവസവും പഠിക്കാൻ തരുന്ന കണ്ടന്റുകളുടെ ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. ഒരു വീക്കിൽ പഠിക്കാൻ തരുന്ന സബ്ജക്റ്റിൻ്റെ വീക്ക്ലി എക്സാമും ഉണ്ടായിരിക്കും. കൂടാതെ സെപ്റ്റംബർ 1 മുതൽ 100 മാർക്കിൻ്റെ മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും. VFAയുടെ സിലബസിനെ അനുസരിച്ച് തയ്യാറാക്കുന്ന 100 മാർക്കിൻ്റെ മോഡൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മോഡൽ എക്സാം എഴുതിയിട്ടായിരിക്കും VFAയുടെ എക്സാമിന് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ 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 ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു എക്സാമിൽ തരും. ഈ ഒരു രീതിക്കാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനൊന്ന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓഗസ്റ്റ് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 45 ദിവസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 74 മാർക്ക്, അതുപോലെ 26 മാർക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ സിലബസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ 74 മാർക്കിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ടൈം ടേബിളിൽ ഓരോ ദിവസവും പഠിക്കുന്ന രീതിക്ക് ടൈം ടേബിളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുന്നു. 26 മാർക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ടും തരുന്നു. അപ്പോൾ ഇവിടുത്തെ 74 മാർക്കും ഇവിടെ നിന്നൊരു 18 മുതൽ 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്ക് ഡെയിലി എക്സാമുകളും അതുപോലെ വീക്ക്ലി എക്സാം, അതുപോലെ മോഡൽ എക്സാം സെപ്റ്റംബർ 1 തൊട്ട്
മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 499 രൂപയാണ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈ ഒരു കോഴ്സ് എടുക്കാം. PFAക്ക് മുമ്പ് നമ്മൾ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം നിങ്ങൾക്ക് സ്ട്രെയിൻ ഒട്ടും തരുന്നില്ല എന്ന് പറയുന്നില്ല. അത്യാവശ്യം നമുക്ക് 45 ദിവസം കൊണ്ട് പഠിക്കാൻ കുറച്ച് എഫേർട്ട് നമ്മൾ ഇടണം. അപ്പോൾ ആ ഒരു എഫേർട്ടിനുള്ളിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് അത്രയും മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളെ നമ്മൾ റെഡിയാക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ ധൈര്യത്തിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 78 90 90 45 45. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വൊക്കാബ്സ്പീഡിയയുടെ ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോഴ്സിന് 499 രൂപയാണ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. നിങ്ങൾക്ക് വൊക്കാബ്സ്പീഡിയയുടെ ആപ്പിലൂടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.